മണിപ്പൂർ വിഷയത്തിലെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി മന്ത്രി സജി ചെറിയാൻ. എന്നാൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കെതിരായ വീഞ്ഞ്, കേക്ക്, രോമാഞ്ചം എന്നീ വാക്കുകൾ പിൻവലിക്കുന്നുവെന്നും മന്ത്രി. കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിച്ചായിരുന്നു സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാനുള്ള സജി ചെറിയാന്റെ നീക്കം. പ്രധാനമന്ത്രി വിളിച്ച ക്രിസ്തുമസ് വിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കെതിരെ താൻ നടത്തിയ വിവാദ പരാമർശങ്ങൾ പിൻവലിക്കുന്നു. എന്നാൽ മണിപ്പൂർ വിഷയത്തിലെ രാഷ്ട്രീയ നിലപാടിൽ യാതൊരു മാറ്റവും ഇല്ലെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ഈ വീഞ്ഞും കേക്കും അങ്ങനെ ഒരു ഭാഗമായിരിക്കാം അവർക്ക് പ്രയാസകരമായി തോന്നിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പറഞ്ഞ വീഞ്ഞിൻ്റെയും കേക്കിൻ്റെയും കാര്യം ഞാൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ വരികളിലൂടെയും എൻ്റെ വാക്കുകളിലൂടെയും ഞാൻ ഉന്നയിച്ചത് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ പ്രശ്നത്തെ നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല. സർക്കാരുമായി സഹകരിക്കില്ലെന്ന ബെസേലിയോസ് ക്ലിമിസ് ബാവയുടെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിച്ച് സഭാ മേലധികാരികളെ തണുപ്പിക്കുവാനുള്ള സജി ചെറിയാന്റെ അനുനയ നീക്കം. കേക്ക്, വീഞ്ഞ്, രോമാഞ്ചം തുടങ്ങിയ പദപ്രയോഗങ്ങൾ പുരോഹിതരെ വേദനിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ച സജി ചെറിയാൻ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ ഉറച്ചുനിന്നു. അതിനിടെ അവസരം കിട്ടിയിട്ടും പ്രധാനമന്ത്രിയോട് മണിപ്പൂർ വിഷയം ഉന്നയിച്ചില്ലെന്ന പരാമർശങ്ങളിൽ സഭാ നേതൃത്വം അതൃപ്തി അറിയിച്ചാൽ പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് സജി ചെറിയാന്റെ മറുപടി ഇങ്ങനെ: സജി ചെറിയാന്റെ ബിഷപ്പുമാർക്കെതിരായ പരാമർശം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപവും മന്ത്രിയുടെ ചുവടുമാറ്റത്തിന് മറ്റൊരു കാരണമായി. സജി ചെറിയാന്റെ വിവാദ പരാമർശങ്ങൾക്കെതിരെ ബിജെപിയും രംഗത്ത് വന്നതോടെ സ്ഥിതി ശാന്തമാക്കേണ്ടത് സിപിഎമ്മിന്റെ രാഷ്ട്രീയ ആവശ്യമായി മാറുകയായിരുന്നു. സജി ചെറിയാന്റെ പരാമർശത്തോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയുടേതെന്നായിരുന്നു പി.കെ. കൃഷ്ണദാസിന്റെ ആരോപണം. സജി ചെറിയാന്റെ പ്രസ്താവനയുടെ ആശയത്തോട് ചേർന്ന് നിൽക്കാനും ന്യായീകരിക്കാനുമാണ് മുഖ്യമന്ത്രിയും തയ്യാറായത്. അതേസമയം സജി ചെറിയാന്റെ സഭാവിരുദ്ധ നിലപാടിനെ മറ്റു മന്ത്രിമാർ പിന്തുണച്ചില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ജനം, കൊച്ചി.